സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ ബസ്സുകൾ വാങ്ങാൻ പണമില്ലാത്ത കെഎസ്ആർടിസിക്ക് വെല്ലുവിളിയായി കാലാവധി തീരാറായ 2050 ബസ്സുകൾ. ഇവയിൽ 1200 ബസ്സുകൾ സെപ്റ്റംബറിൽ പിൻവലിക്കണം. സർവീസ് മുടങ്ങാതിരിക്കാൻ ബസ്സുകൾ വാടകയ്ക്കെടുക്കാനാണ് തീരുമാനം. കെഎസ്ആർടിസിക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ ബസ്സുകൾ വാങ്ങാൻ പണമില്ലാത്ത കെഎസ്ആർടിസിക്ക് ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുകയാണ് കാലാവധി തീരാത്ത 2050 ബസ്സുകൾ. ഇവയിൽ 1200 ബസ്സുകൾ സെപ്റ്റംബറിൽ പിൻവലിക്കണം. 6 മാസത്തിനുള്ളിൽ ശേഷിക്കുന്നവയും 1400 കോടി രൂപയുടെ വിദേശ ബാങ്ക് വായ്പ തരപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് മാനേജ്മെന്റ്. ഇപ്പോൾ അതുവരെ സർവീസ് മുടങ്ങാതിരിക്കാൻ ബസ്സുകൾ വാടകയ്ക്കെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ബസ്സുകൾ 15 വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ലെന്നതാണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമം. പലപ്പോഴായി കാലാവധി 3 വർഷം നീട്ടിക്കൊടുത്ത് സർവീസ് നടത്തിവരുന്ന 1200 ബസ്സുകളാണ് സെപ്റ്റംബറിൽ പിൻവലിക്കേണ്ടത്. ഈ ബസ്സുകൾ 18 വർഷമായി ഓടുന്നുണ്ട്. ശരാശരി 4500 ബസ്സുകൾ സർവീസ് നടത്തുന്ന കോർപ്പറേഷന് 1200 ബസ്സുകൾ നിരത്തിൽ നിന്ന് പിൻവലിച്ചാൽ വലിയ തിരിച്ചടി തന്നെയുണ്ടാകും. യാത്രാക്ലേശം രൂക്ഷമാകും. ഓണം, ശബരിമല സീസൺ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 145 ബസ്സുകൾ വാങ്ങിയിരുന്നു. 1900 ബസ്സുകൾ അടിയന്തരമായി വേണമെന്നും അതിന് 1400 കോടിയുടെ വിദേശ ബാങ്ക് വായ്പയ്ക്ക് അനുമതി തേടിയുമാണ് MDPS സർക്കാരിന് കത്തയച്ചത്. ജർമ്മൻ വികസന ബാങ്കായ KfW, AIIB, ADB തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് വായ്പ എടുക്കാനാണ് നിർദ്ദേശം. 1000 കോടിക്ക് 2300 BS 6 ബസ്സുകളും 400 കോടിക്ക് 200 ഇലക്ട്രിക് ബസ്സുകളും വാങ്ങുമെന്നാണ് കത്തിൽ പറയുന്നത്. വായ്പ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടിയും ആവശ്യമാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയും വേണം. അതേസമയം വാടകയ്ക്ക് 600 ബസ്സുകളുടെ ആവശ്യമുണ്ട്. മൊത്ത വാടക വ്യവസ്ഥയിൽ ആദ്യഘട്ടമായി 600 സ്വകാര്യ ബസ്സുകൾ ലഭ്യമാക്കാനാണ് ശ്രമം. KSRTC നിശ്ചിത വാടക നൽകും. ഡ്രൈവറുടെ ശമ്പളം ബസ് ഉടമ നൽകണം. KSRTCയിൽ നിന്നാകും കണ്ടക്ടർ. അറ്റകുറ്റപ്പണിയും ഇന്ധന ചെലവും KSRTC വഹിക്കും. സ്വകാര്യ ബസ്സുകളുടെ സംഘടനകളുമായി നടന്ന ചർച്ചയിൽ ഗതാഗത മന്ത്രി CP ജോൺ ഈ പദ്ധതി അവതരിപ്പിച്ചിരുന്നു. ബസ് ഉടമകളുടെ നിലപാട് നിർണായകമാകും. അതേസമയം പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുന്ന വനിതകൾക്ക് യാത്രാ കാർഡ് നൽകാൻ KSRTC ആലോചിക്കുന്നുണ്ട്. പ്രിയദർശിനി പദ്ധതിയിൽ പുരുഷ യാത്രക്കാർ സീറോ വാല്യൂ ടിക്കറ്റുകൾ നൽകി തട്ടിപ്പ് നടത്തുന്നതായി മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈയൊരു നടപടി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.